നമ്മുടെ ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം 25 വയസ്സായി. പിന്നെ അയാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അനാവശ്യമായ കൂട്ടുകെട്ടുകളോ വേണ്ടാത്ത വൃത്തികേടുകളോ ഒന്നിലും ഇടപെടാത്തൊരു വ്യക്തി. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു കൂട്ട് കുറച്ച് ദീനിയായ ഒരു സുഹൃത്തായതുകൊണ്ട് തന്നെ അയാൾ അങ്ങനത്തെ ഒരു അധാർമിക പ്രവർത്തനങ്ങളൊന്നും പെടാതെ പോയി. അങ്ങനെ പിന്നീട് സ്കൂൾ ജീവിതം കഴിഞ്ഞ് പിന്നെ ഒരു ഹോസ്റ്റലിലൊക്കെ ആയി പോയപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. പക്ഷെ പിന്നെ അദ്ദേഹം ജോലിയൊക്കെ ആയ സമയത്ത് കുറച്ച് പിന്നെന്താ പറയുക, കുറച്ച് മതനിരാസം, ദൈവമൊന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പോയി അദ്ദേഹത്തിന് പിന്നീട് കുറ്റബോധം ഉണ്ടായി. ഒരു ജോലിയൊക്കെ കിട്ടി, വളരെ നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടായപ്പോൾ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ദീനിലേക്ക് തന്നെ തിരിച്ചു വന്നു. ദീനിലേക്ക് തിരിച്ചു വന്ന ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി അദ്ദേഹം ചെറിയൊരു പരിചയപ്പെടലൊക്കെ ഉണ്ടായി. അവളെ വിവാഹം ചെയ്യുക, അവളെ ഭൂതകാല ഒന്നും അന്വേഷിച്ചില്ല. പിന്നീട് നിക്കാഹ് തീരുമാനിച്ചു. പിന്നീടുള്ള സംസാരങ്ങളിൽ നിന്നും ഇവള് കുറേ അഫെയറുകൾ, കുറേ ബന്ധങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നു, വേണ്ടാത്ത വൃത്തികേടുകളൊക്കെ പെട്ടു എന്നൊക്കെ ഇവൾ തുറന്ന് സംസാരിക്കും. കാരണം അവർ തമ്മിൽ ബന്ധമായപ്പോൾ സംസാരിച്ചു. അപ്പോൾ ഇയാൾക്ക് സത്യത്തിൽ ഇയാളിതൊന്നും ആലോചിക്കാതെയാണ്, അന്വേഷിക്കാതെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ വീട്ടുകാരോട് പറഞ്ഞ് അവർ തന്നെ ഇതൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ നടപ്പിലാക്കാനും ഉണ്ടായി. പിന്നീട് അയാൾക്ക് തോന്നി, എൻ്റെ ജീവിതത്തിൽ ഇവൾ കയറി വന്നാൽ താളം തെറ്റും. കാരണം ഞാൻ ദീനിയായ ഒരു പെണ്ണിനെയാണ് ഞാൻ ശരിക്കും കെട്ടേണ്ടത്. അയാൾ ചിന്തിക്കണം. ഇവക്കാണെങ്കിൽ ഇതൊന്നുമില്ല, നിസ്കരിക്കണമെങ്കിൽ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, അങ്ങനെ ഇസ്ലാമിക വേഷവിധാനങ്ങൾ വേണം, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, അവൾക്ക് അതേസമയം അവിടെ കുട്ടികളുമായിട്ട് ഇപ്പോഴും ആ ബന്ധങ്ങൾ ഇസ്ലാമികമായ മര്യാദകളില്ലാത്ത ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ച് അള്ളാഹുൽ തവക്കൽ ചെയ്തിട്ട് എന്ത് ചെയ്തു, അവളെ വേണ്ടാന്ന് തീരുമാനിച്ചു. നിക്കാഹും ചെയ്തിട്ടില്ല, വേണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു കുറ്റബോധമാണ്. ഞാനൊരു കുട്ടിയെ വഞ്ചിച്ചോ, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ അതിനുത്തരം നമുക്ക് പറയാം. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണെന്ന് നമ്മളെപ്പോഴും ജീവിതത്തിൽ പാലിക്കണം. ഫലിയൻദുർ മൻ യുഖാലി, ആരുമായിട്ടാണ് കൂട്ടുചേരുന്നതെന്ന്. അതുകൊണ്ട് നമ്മളെവിടെ ഒരു സ്ഥലത്ത് റൂം താമസിക്കുകയാണെങ്കിലും റൂംമേറ്റിനെ സ്വീകരിക്കുകയാണെങ്കിലും ഒരു കോഴ്സിന് ചേരുകയാണെങ്കിലും നമ്മൾ ആരുമായി കൂട്ടുചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരു തെറ്റായ സമീപനങ്ങളിലേക്ക് പോകുന്ന ആളാണെന്ന് കൂട്ടുകെട്ടിൻ്റെ ഏത് ഘട്ടത്തിലാണോ മനസ്സിലാക്കിയത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പിൻവാങ്ങണം. പിന്നെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യും, തകരാറിലാവും. അത് രണ്ടുമാണ്. മോശമായ കൂട്ടുകെട്ട് തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നല്ല കൂട്ടുകെട്ട് നന്മയിലേക്കും കൊണ്ടുവരും. പിന്നെ അദ്ദേഹം ചോദിച്ച സംശയം പൊതുവെ എല്ലാവരും ചോദിക്കുന്ന സംശയമാണ്. കാരണം വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വിവാഹാന്വേഷണം നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു തകരാറോ നെഗറ്റീവോ കണ്ടാൽ നമ്മൾ വേണ്ടെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ വേണ്ടെന്ന ഒരു സംശയത്തോടു കൂടെ നമ്മൾ ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് കടക്കരുത്. കാരണം നമുക്ക് ഇവരായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലല്ലോ. നമുക്ക് എന്തും നോക്കാം. ഒരാൾക്ക് ഏത് സാഹചര്യം നോക്കിയിട്ടും ആ വിവാഹം വേണോ വേണ്ടേന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ ചില അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില നെഗറ്റീവുകൾ കാണുമ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും. എന്തൊക്കെയാണ് എന്ത് ചെയ്യുക, ചിന്തിക്കുക. അത് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു വിവാഹാന്വേഷണം വന്നു, വിവാഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവൾക്ക് അവനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇത് നിനക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എന്താ നിനക്ക് പറ്റാത്തതെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം കുറച്ച് ഞാൻ വിചാരിച്ചില്ല കുറച്ച് ഉയരക്കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉയരമുള്ള ഒരാൾ എനിക്ക് വേണ്ടാന്ന് അവൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, ഒരു ഉയരക്കൂടലിന് അയാൾക്ക് നല്ല ജോലിയുണ്ട്, നല്ല ദീനിയാണ്, അയാൾ നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, പെർമനൻ്റ് ജോലിയാണ് എന്നൊക്കെ രക്ഷിതാക്കൾ പറയണം. പക്ഷെ ഇവൾക്ക് മനസ്സുകൊണ്ട് എന്തില്ല, അയാളുടെ ആകാരം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തിനാ അവർ നിർബന്ധിക്കണത്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ടതേ നോക്കണം. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ പോയി നോക്കണം. അപ്പോൾ പോയി നോക്കണം എന്തിനാ, പോയി നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് നീ പറയാണോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിൽ. അതുകൊണ്ട് എത്ര നിസ്സാര കാര്യങ്ങളാണെങ്കിലും ഈ വ്യക്തിയുടെ തീരുമാനം പ്രധാനമാണ്. അപ്പോൾ അയാൾക്ക് തോന്നുകയാണെന്ത്, ഇവൾ ദീനിയായിട്ട് അത്ര നല്ലതല്ല, ഞാനും ഈ ദീനിയായ നിലക്ക് പെർഫെക്റ്റ് അല്ലാത്ത ആളുകളെ കൂടിയാൽ എൻ്റെ കാര്യങ്ങളും പ്രശ്നമായിത്തീരും. അതുകൊണ്ട് ഞാൻ ദീനുള്ള ഒരാളെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫളുഫർ ബിദാത്തി ദീൻ ആണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഇതിൽ യാതൊരു ശങ്കയാക്കാൻ ആവശ്യമില്ല.
എന്ത് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ വിവാഹം വേണ്ടെന്ന് വെക്കാം, നല്ലൊരു ദീനിയായ വിവാഹത്തിലേക്ക് വരാമെന്ന്. അതിപ്പോൾ തീരുമാനിക്കേണ്ട അപകടമല്ല. നാളെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കുമ്പോൾ അതെന്തായിരിക്കും, രണ്ടാളുടെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കും.